എടി ആർഡിയോന്റെ വണ്ടി പാഞ്ഞു പോകുന്നുണ്ടല്ലോ, എന്തോ പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നേ. അതൊന്നുമില്ല. അപ്പുറത്തെ വീട്ടില് കോഴി പോയി ശല്യം ഉണ്ടാക്കുന്നൊരു പരാതി. പോകാതിരിക്കാൻ പറ്റുമോ? RDO വണ്ടി എടുത്ത് നേരിട്ട് വന്നു. കോഴി മാത്രമല്ല, കോഴിക്കോടടക്കം മാറ്റണമെന്ന് ഉത്തരവും കൊടുത്തു. ശരിക്കും? പിന്നല്ലാതെ. ഏതെങ്കിലും ആരാധനാലയത്തിലെ കോളാമ്പി അയൽക്കാരന്റെ മാത്രമല്ല, നാട്ടുകാരുടെ മുഴുവൻ ചെവി തുളയ്ക്കുന്ന പോലെ മണിക്കൂറുകളോളം അലറിയാലും ആരെങ്കിലും മൈൻഡ് ചെയ്യുന്ന കേട്ടിട്ടുണ്ടോ? അത് ശരിയാണല്ലോ, കോഴിയേക്കാൾ ശബ്ദം കോളാമ്പിക്കാണല്ലോ. അങ്ങനെയൊന്നും ചോദിക്കരുത്. ഇവിടുത്തെ രീതി ഇങ്ങനെയാണ് ബൈ. നാട്ടുകാരുടെ കൃഷിയും കടപ്പാടവും ചവിട്ടി മെതിച്ച കാട്ടാനയുടെ മസ്തത്തിലൊരു കൊതു അടിച്ച പിന്നെ വനവകുപ്പിന് ഇരിക്കപ്പുറത്തില്ല. മയക്കുവെടി സംഘം അപ്പം എത്തും. പുങ്കിയാനകൾ 1, 2, 3 എണ്ണം. എലിഫന്റ് ആംബുലൻസും പരിവാരങ്ങളും വേറെ. ആനയെ പാർപ്പിക്കാൻ കാട്ടിലെ തടി വെട്ടി ആനക്കൊട്ടിൽ. ആന ചിമ്മുന്നുണ്ടോ, തുമ്മുന്നുണ്ടോ, ആടുന്നുണ്ടോ നോക്കാൻ 24 hours ഉറക്കളിച്ച് വാച്ചാമാടിന്റെ കാവൽ. ഇനിയിപ്പൊ അതേസമയം കാട്ടാന ഒരുത്തനെ ചവിട്ടി കൈയും കാലും ഒടിച്ചിട്ട് ആംബുലൻസും ഇല്ല, ആൾപ്പടയില്ല. എങ്ങനെയാലും നാട്ടുകാർ ഇറങ്ങി തോളത്തേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ ഉണ്ടെങ്കിൽ ചികിത്സ കിട്ടും. ഇനിയിപ്പോൾ ഡോക്ടർ ഇല്ലെങ്കിൽ ഡോക്ടറും മരുന്നുള്ള ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിളിച്ചു കൊണ്ടുപോയാൽ ചിലപ്പോൾ രക്ഷപ്പെടാം. ഇനിയിപ്പോൾ ആള് തട്ടിപ്പോയ ആളുടെ ഡെഡ് ബോഡി ആയിട്ട് പെരുവഴി സമരം ഇരുന്ന ചിലപ്പോൾ അധികാരികൾ ഉണരുമായിരിക്കും, എന്തെങ്കിലും പ്രഖ്യാപിക്കുമായിരിക്കും. ഏതെങ്കിലും കാലത്ത് അത് കിട്ടിയാ ഭാഗ്യം. ഈ ആനയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം മനുഷ്യന്മാർക്ക് കൊടുത്തൂടെ? അങ്ങനെ ചോദിക്കരുത്. ഇവിടുത്തെ രീതികൾ ഇങ്ങനെയാണ് ബൈ. ഇൻഷുറൻസും പുക സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഏതെങ്കിലും ഒരുത്തം വണ്ടിയായിട്ട് റോഡിലിറങ്ങിയ അവന്റെ ആരും കട്ടപ്പുക പെറ്റി സെറ്റാക്കി വീട്ടിലെത്തിച്ച് സർക്കാർ കയ്യോടെ കാശ് വാങ്ങി കീശയിലിടും. ഇനി ഇതേ സർക്കാരിന്റെ ആന വണ്ടി ഇൻഷുറൻസും ഇല്ല, പുക സർട്ടിഫിക്കറ്റ് എന്താന്ന് കേട്ടിട്ട് പോലും ഇല്ലാതെ പോലീസിന്റെ മീശയ്ക്ക് മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും പാഞ്ഞാലും പെറ്റിയില്ല, ഒരു കുറ്റിയില്ല. ഇത് അനീതിയല്ലേ? അങ്ങനത്തെ ചോദ്യമൊന്നും വേണ്ട. ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഭായി. നാട്ടുകാർക്ക് ശല്യമായ കാട്ടുപന്നിയെ എവിടെയെങ്കിലും വെടിവെച്ച് വന്നാൽ അപ്പൊ വരും വനം മുതലാളിമാര് കന്നാസമായിട്ട്. കാട്ടുപന്നിയെ ആർക്കും തൊടാൻ പറ്റാത്ത പോലെ കുഴിച്ചിടണം, അതാണ് ആചാരം. കുഴിമാന്തി പോലും ആരും എടുക്കാതിരിക്കാൻ കുറച്ച് മണ്ണെണ്ണയും തെളിച്ചിട്ട് മണ്ണും മൂടിയിട്ട് ഒരു ചിരിയും തിരിച്ച് അവരങ്ങ് പോകും. അതേസമയം നമ്മുടെ മൃഗശാലയിൽ കടുവയ്ക്കും പുലിക്കൊക്കെ കഴിക്കാൻ ദിവസം ലക്ഷക്കണക്കിന് രൂപയുടെ ഇറച്ചിയാണ് സർക്കാർ കാശ് കൊടുത്ത് വാങ്ങുന്നത്. എന്നാ പിന്നെ ഈ പന്നിയുടെ ഇറച്ചി മൃഗശാലയിലെ മൃഗങ്ങൾക്ക് കൊടുത്ത് ആ കാശെങ്കിലും ലാഭിക്കരുതോ എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ആചാരങ്ങൾ ഇങ്ങനെയാണ് ബൈ.